ഹലോ മക്കളെ, റീവാലുവേഷൻ അക്കൗണ്ട് ചില സമയത്തൊക്കെ നമുക്ക് ചോദിക്കാറ് ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജേണൽ എൻട്രീസ് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. കൂട്ടത്തിൽ റീവാലുവേഷൻ അക്കൗണ്ട് തെറ്റാതെ നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് പ്രധാനമായിട്ടും അസറ്റ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, ലയബിലിറ്റി ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, അതുപോലെ തന്നെ അൺറെക്കോർഡ് അസറ്റും അൺറെക്കോർഡ് ലയബിലിറ്റി വരുന്നു. ഇതാണ് പ്രധാനമായിട്ടും റീവാലുവേഷൻ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ളത്. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് അസറ്റ് നമുക്ക് ഡിക്രീസ് ആണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്യുക. അസറ്റ് ഇൻക്രീസ് ആണെങ്കിൽ റീവാലുവേഷൻ ക്രെഡിറ്റ് ആണ്. ലയബിലിറ്റി ഇൻക്രീസ് ആണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ആണ്. ലയബിലിറ്റി ഡിക്രീസ് ആണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ്. അൺറെക്കോർഡ് അസറ്റ് ഇൻക്രീസ് ആയ സമയമാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അൺറെക്കോർഡ് ലയബിലിറ്റി, പുതിയ ലയബിലിറ്റി വരുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് അതായത് ഡെബിറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ പ്രോഫിറ്റ് ആണ് വരുന്നെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. റീവാലുവേഷൻ ലോസ് ആണെങ്കിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ പഠിക്കേണ്ട ജേണൽ എൻട്രി ആണ്. ഏറ്റവും സിമ്പിൾ ആയ ജേണൽ പഠിക്കാം. ഡെബിറ്റ് സൈഡ് കാണുന്ന ഐറ്റം ഒക്കെ 2 എന്നാണ് കാണിക്കുക. അതുകൊണ്ട് അസറ്റ് ഡിക്രീസ് ആകുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എറ്റർ ടു അസറ്റ് ആണ്. ലയബിലിറ്റി ഇൻക്രീസ് ആകുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എറ്റർ ടു ലയബിലിറ്റി ആണ്. അൺറെക്കോർഡ് ലയബിലിറ്റി വരുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ലയബിലിറ്റി ആണ്. നേരെ തിരിച്ച് നമുക്ക് ക്രെഡിറ്റ് സൈഡ് ഐറ്റത്തിന്റെ എൻട്രീസ് പഠിക്കാം. അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ അസറ്റ് അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. ലയബിലിറ്റി ഇൻക്രീസ് ആകുമ്പോൾ ലയബിലിറ്റി അക്കൗണ്ട് റീവാലുവേഷൻ ആണ്. അൺറെക്കോർഡ് അസറ്റ് വരുമ്പോൾ അസറ്റ് അക്കൗണ്ട് റീവാലുവേഷൻ ആണ്. ഇനി നമുക്ക് ജേണൽ എൻട്രി റിസൾട്ടിൻ്റെതാണ്. If it is revaluation profit, revaluation account added to partners capital account ആണ്. അത് ഓൾഡ് റേഷ്യോ ആണ്. ഇനി ലോസ് ആണെങ്കിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റീവാലുവേഷൻ. ഇങ്ങനെ റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോഴും ജേണൽ എൻട്രിക്കും ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ സ്കോർ ചെയ്യണം.